അപ്പോൾ സുഹൃത്തുക്കളെ, കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ യൂറിൻ സ്റ്റോൺ പേഷ്യൻറ്റിന് വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ ഡൗട്ടാണ്, ഒരു യൂറിൻ സ്റ്റോൺ ഉള്ള പേഷ്യൻറ്റ് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം, എങ്ങനെ ആ രോഗം മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. കൂടുതലായിട്ട് ജനങ്ങൾക്ക് അവബോധം വേണ്ടത് ഈ കല്ല് വരാണ്ടിരിക്കുക എന്ത് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ മൂത്രത്തിൻ്റെ അളവ് കുറവ്, കല്ലിൻ്റെ അംശം കൂടുതൽ വരിക എന്നുള്ളത്. മൂത്രത്തിൻ്റെ അളവ് കൂട്ടാൻ എന്താ ചെയ്യേണ്ടത്? മാക്സിമം വെള്ളം കുടിക്കുക. ഒരു ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം ഒരാൾ കുടിക്കണം. നമ്മൾ സാധാരണ ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ള ഈ കല്ലിൻ്റെ അംശങ്ങൾ അലിയാനായിട്ട് മിനിമം ഒരു 2 മുതൽ 2.5 ലിറ്റർ മൂത്രത്തിൻ്റെ അളവ് വേണം. വെള്ളം കുടിക്കുന്നതല്ല ഞാൻ പറയുന്നത്. 2 മുതൽ 2.5 ലിറ്റർ മൂത്രം ഉണ്ടായാൽ മാത്രമേ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കല്ലിൻ്റെ അംശങ്ങൾ അലിയുള്ളൂ. അപ്പം അത്രയും വെള്ളം കുടിക്കണം. ഇപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ 3 ലിറ്റർ 4 ലിറ്റർ കുടിച്ചാൽ മാത്രമേ 2.5 ലിറ്ററെങ്കിലും മൂത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, അത് ഒന്നാമത്തെ കാര്യം. മെയിനായിട്ട് 2 ടൈപ്പ് കല്ലുകളാണുള്ളത്. ഒന്ന് കാൽഷ്യം ഓക്സലേറ്റ് പറഞ്ഞൊരു കല്ലും, രണ്ടാമത് യൂറിക് ആസിഡിൻ്റെ കല്ലുകളും. അപ്പോൾ ഇതിൻ്റെ അംശങ്ങൾ കൂടുതലുള്ള ഭക്ഷണം ഇതാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? കാൽഷ്യത്തിൻ്റെ അംശങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉപ്പാണ്, സോൾട്ടാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മളെ ഭക്ഷണത്തിൽ സോൾട്ട് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒഴിവാക്കണം എന്നല്ല, അത് ഉപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുക. ഏതൊക്കെയാണ് ഉപ്പ് അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ? അച്ചാറുകൾ, ചിപ്സുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, പിന്നെ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ രണ്ടാമത് കാൽഷ്യം യൂറിക് ആസിഡിന് വരാവുന്ന ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ്. നമ്മുടെ ബീഫ്, മട്ടൺ, ചെറിയ ചെറിയ മത്സ്യങ്ങളിലൊക്കെ പ്രോട്ടീൻ ധാരാളമുണ്ട്. പ്രോട്ടീൻ്റെ അംശം കൂടിയാൽ 2 തരം കല്ലുകൾ വരും. കാൽഷ്യത്തിൻ്റെ കല്ലുകളും വരും, യൂറിക് ആസിഡിൻ്റെ കല്ലുകളും വരും. അപ്പം ഉപ്പ് നന്നായി കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ബീഫും മട്ടൺ പ്രോട്ടീൻ ഫുഡുകൾ കൺട്രോൾ ചെയ്യും. പിന്നെ ഓക്സലേറ്റ് എന്ന് പറഞ്ഞുള്ള സാധനം വരുന്നത് കൂടുതലായിട്ട് ചായ, ചോക്ലേറ്റുകൾ, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതൊക്കെ ഭക്ഷണം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ്. ഈ കല്ല് പറ്റിപ്പിടിച്ച് വളരുന്നുണ്ടല്ലോ. ഈ പറ്റിപ്പിടിച്ച് വളരുന്നതിനെ ഒഴിവാക്കാനായിട്ട്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് രണ്ട് സാധനങ്ങളുണ്ട്. ഒന്ന് മെഗ്നീഷ്യവും സിട്രിക് ആസിഡും. ഇത് രണ്ടും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കല്ല് വളരുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിട്രേറ്റ് അടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ലത് നാരങ്ങ വെള്ളമാണ്. നാരങ്ങയും ഓറഞ്ചും കഴിക്കുകയാണെങ്കിൽ സിട്രേറ്റ് നമ്മുടെ ശരീരത്തിൽ വന്ന കല്ല് ഉണ്ടാവുന്നതിനെ തടയും. മെഗ്നീഷ്യം ഏതിലാണ് കൂടുതലുള്ളത്? മത്തങ്ങക്കുരുവിൽ നമ്മൾ 1 ഔൺസിൽ ഇഷ്ടംപോലെ മെഗ്നീഷ്യം ഉണ്ട്. അത് കഴിക്കുകയാണെങ്കിൽ കല്ല് വളരാണ്ടിരിക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ അവക്കാഡോ ജ്യൂസ്, സാൽമൺ മത്സ്യം, ഇതിലൊക്കെ മെഗ്നീഷ്യം കൂടുതലുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ മെഗ്നീഷ്യവും സിട്രിക് ആസിഡും ഉൾപ്പെടുത്തുകയാണെങ്കിൽ